അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്ന് വിടുവിക്കും. തന്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൽ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസത നിനക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് നല്ല ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽക്കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചു കൊടുക്കും. സിംഹത്തിന്മേലും അടനുമേലും നീ ചവിട്ടും. ബാലസിംഹത്തെയെങ്കിലും പാമ്പിനെ നീ മെതിച്ചു കളയും. അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവനെന്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ഇവിടെ കൺവെൻഷന്റെ സമാപന നിമിഷത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്തുകൊണ്ടും 49ാമത് ഭദ്രാസന കൺവെൻഷൻ വളരെയധികം അനുഗ്രഹീതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുന്നോടിയായിട്ട് എല്ലാവരും വളരെയധികം ഏകാഗ്രതയോട് ആയിരിക്കണമെന്ന് ഞാൻ മുൻകൂറിയായി പറയും. ഇന്ന് രാത്രികാലം ചില പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കണം. നമ്മൾ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിന് മറുപടി ലഭിക്കുവാൻ ഇടയാകണം. മഹാപരിശുദ്ധനും നിത്യനും ഞങ്ങളുടെ വെടിപ്പുകാരനുമായ സ്വർഗത്തിലെ നല്ല ദൈവമേ കർത്താവേ, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന ഏവരുമേ എന്റെ അടുക്കൽ വന്ന് വാങ്ങി കുടിക്കട്ടെ എന്ന ദൈവത്തിന് സ്തോത്രം അരുളി ചെയ്ത തിരുവചന പ്രകാരം ഈ കർത്താവേ മാരാമൻ ഭദ്രാസനത്തിന്റെ 49ാം ദൈവത്തിന് സ്തോത്രം വാർഷിക കൺവെൻഷന്റെ ഒടുക്കത്തെ ദിവസമായിരിക്കുന്ന ഇന്ന് ഉന്നതത്താവിന്റെ കൃപയും സാന്നിധ്യവും താങ്ങുന്നിടപെട്ടുകൊണ്ട് ദൈവമേ കർത്താവേ, ഈ ഒടുക്കത്തെ കൺവെൻഷന്റെ ഹല്ലേലൂയ ദിവസം പരിശുദ്ധനായിരിക്കുന്ന ദൈവമേ ഇതിനെ അനുഗ്രഹിപ്പാൻ അനുഗ്രഹിച്ചാശ്രവദിച്ച് പ്രാർത്ഥിപ്പാൻ തന്റെ ജനത്തിന് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം പ്രാഗൽഭ്യത്തോടുകൂടെ ദൈവമേ കർത്താവേ അല്പസമയം അയക്കപ്പെടുവാൻ ദൈവമേ നീ അയച്ചിട്ടുള്ള ഹല്ലേലൂയ ഞങ്ങളുടെ മെത്രാപ്പൊലീത്ത തിരുമനസ്സിനായി ദൈവമേ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ അടുത്ത് വരുന്നു. കൂട്ടായി കൊടുത്ത ദാസിയെയും കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭദ്രാസനത്തിന്റെ ബിഷപ്പായിരിക്കുന്ന മോസസ് തിരുമനസ്സിനെയും ദൈവകരങ്ങളിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കൂട്ടായി കൊടുത്ത ദാസിയെയും കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയാൽ ദൈവമേ കർത്താവേ ഈ വർഷത്തിന്റെ ഈ വർഷ കൺവെൻഷന്റെ ഹല്ലേലൂയ ഈ കടശി രാത്രിയിൽ ഹല്ലേലൂയ നിന്റെ പ്രിയ മക്കളുടെ നാവിൽ നിന്ന് പുറപ്പെടുന്നതായിരിക്കുന്ന തിരുവചനം ആശിക്കുന്ന ആത്മാക്കൾ ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന നിന്റെ പ്രിയ മക്കളുടെ ഹൃദയത്തെ, അവരുടെ ശരീരത്തെ, അവരുടെ ഭവനത്തെ അവർക്കായി കൊടുക്കുവല്ല സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയാൽ അങ്ങയുടെ രക്ഷോസിൽ മറച്ച് ദാനം ചെയ്യണമെന്ന് ഉന്നേശുതപുരാന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവം നീ കേൾക്കുമാറാകണമേ. അഭിയോന്യ മെത്രാപ്പൊലീത്ത തിരുമേനി, ആറാമൻ ഭദ്രാസനത്തിന്റെ അധിപനായിരിക്കുന്ന മോസസ് പുളൂരിലെ തിരുമേനി, വൈദിക ശ്രേഷ്ഠർ, സഭാ ശുശ്രൂഷകര്, കടന്നു വന്നിരിക്കുന്ന വിശ്വാസികളെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ കൺവെൻഷന്റെ 3ാം ദിനം രാത്രി
നമുക്ക് വീണ്ടും സന്തോഷത്തോടെ ദൈവത്തിലേക്ക് അടുത്തു വരുവാൻ ദൈവം നമുക്ക് ആ സാവകാശം നൽകിയിരിക്കുകയാണ്. ഇന്ന് രാത്രികാലം ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നാൽ ദൈവം ബലപ്പെടുത്തി. ഹല്ലേലൂയ. കൺവെൻഷനിലൊക്കെ രണ്ട് ഉദ്ദേശത്തോടു കൂടിയാണ്, രണ്ട് കൂട്ടരാണ് പങ്കെടുക്കുന്നത്. ഒന്ന്, എന്നെ അലട്ടുന്ന ഭവനങ്ങളെ അലട്ടുന്ന തലമുറകളെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക്, പ്രതികൂലങ്ങൾക്ക് പോയി പ്രാർത്ഥിച്ച് പരിഹാരം കാണണമെന്ന ചിന്തയോട് കൺവെൻഷനിൽ പങ്കെടുക്കുന്നവര്. രണ്ടാമത്തെ കൂട്ടര് കൺവെൻഷൻ എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയൊക്കെ ഉണ്ട്, ആരൊക്കെ പങ്കെടുക്കുന്നു, ആരൊക്കെ പ്രസംഗിക്കുന്നു, എങ്ങനെ പ്രസംഗിക്കുന്നു എന്നൊക്കെ നോക്കി മാർക്കിടാൻ വരുന്ന ഈ രണ്ട് കൂട്ടരെ കൺവെൻഷൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മുടെ മാരാമൺ ഭദ്രാസനത്തിന്റെ 49ാമത്തെ കൺവെൻഷനിൽ നമ്മുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്ന അനുഭവത്തോടെ പങ്കെടുക്കുന്നവരായി തീരണം. എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ എനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് ആയതുകൊണ്ട് അല്പസമയത്തിലേക്കായിട്ട് യോശുവ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യോശുവ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നിൽക്കാതെ ഇരുന്നാൽ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, നല്ല സമയത്തിനായി ഞങ്ങളെ വാഴ്ത്തുന്നു. മനോഹരമായ കർത്താവിന്റെ കൺവെൻഷന്റെ അവസാന രാത്രി കാലം ഞങ്ങൾ സന്തോഷത്തോടെ ഞങ്ങളുടെ പാദപടത്തിലേക്ക് അടുത്തു വരുവാൻ നീ അവിടെ ഞങ്ങൾക്ക് സാവകാശം ഒരുക്കാനായി സ്തോത്രം. ഞങ്ങൾ ഞങ്ങളുടെ വചനങ്ങളെ ധ്യാനിക്കുമ്പോൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരും ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂടെ ഇരുന്നാട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ. നമ്മുടെ വാക്യം, ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി തീർന്നത് കൊണ്ട് ശത്രുക്കളുടെ മുൻപിൽ നിൽക്കുവാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നു. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതെ ഇരുന്നാൽ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുകയില്ല. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്നും നീക്കാതെ ഇരുന്നാൽ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുകയില്ല. ദൈവനാമത്തിൽ ലോകത്തുണ്ടാകട്ടെ. നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു, ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവരും അവകാശം പ്രാപിപ്പാൻ ഇറങ്ങി തിരിച്ചതുമായ ജനത്തോട് പറഞ്ഞ വാക്കാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇവിടെ കാണുവാൻ സാധിക്കുന്നു, അപ്രതിരോധമായ എരികോമിൽ അത്ഭുത വിജയം കരസ്ഥമാക്കിയ ഇസ്രായേൽ, ഹല്ലേലൂയ, നിസ്സാരമായി കരുതിയ ഹാഗിയുടെ മുൻപിൽ പരാജയപ്പെട്ട് പുറംതിരിഞ്ഞ് ഓടേണ്ടി വന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ പറയുന്നു, ശാപം നിങ്ങളുടെ ഇടയിൽ നിന്നും നീക്കാതെ ഇരുന്നാൽ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കയില്ല. ഹല്ലേലൂയ. എന്നാൽ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു, പ്രതികൂലത്തിന്റെ പ്രതിവിധി പ്രാർത്ഥനയൊന്നു മാത്രമാണ്. ഹല്ലേലൂയ. പ്രതികൂലത്തിന്റെ പ്രതിവിധി പ്രാർത്ഥനയൊന്നു മാത്രമാണ്. നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. യോശുവ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, അവർ എരികോവിൽ അത്ഭുത വിജയം കരസ്ഥമാക്കിയെങ്കിൽ, ഹല്ലേലൂയ, അവർ ഹാഗിയുടെ മുൻപിൽ പരാജയപ്പെട്ട് പുറം തിരിഞ്ഞോടേണ്ട സാഹചര്യം ഉണ്ടായെങ്കിൽ, ഹല്ലേലൂയ, അവർ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴുവാൻ തയ്യാറാവുകയാണ്. ഹല്ലേലൂയ. നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു, എന്താണ് അവർ വസ്ത്രം കീറി, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് നിലവിളിക്കുന്ന ഒരനുഭവത്തെ കാണുവാൻ കഴിയുന്നു. ഇന്ന് രാത്രി കാലം, ഹല്ലേലൂയ, ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നിരിക്കുന്ന വ്യക്തി ജീവിതമേ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് തടസ്സം നിൽക്കുന്ന, ഹല്ലേലൂയ, സമാധാനത്തിന് തടസ്സം നിൽക്കുന്ന പ്രയാസങ്ങൾ, ഹല്ലേലൂയ, പ്രതികൂലങ്ങളെ
മാറ്റുവാൻ സാധ്യമാകണമെങ്കിൽ പ്രാർത്ഥനയോട് ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴുവാൻ നീ തയ്യാറായെങ്കിൽ മാത്രമേ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ വിജയം കരസ്ഥമാക്കുവാൻ സാധ്യമാവുകയുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, പ്രതികൂലത്തിന്റെ പ്രതിവിധി പ്രാർത്ഥന ഒന്ന് മാത്രമാണ്. ഹല്ലേലൂയ. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ അനേക ഭക്തന്മാരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പ്രതികൂല കാറ്റുകൾ ആഞ്ഞടിച്ചപ്പോൾ അവർ പതറിപ്പോയില്ല, അവർ ഇടറി വീണില്ല. അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോട് ഉറച്ചു നിന്നെന്ന് കാണുവാൻ കഴിയുകയാണ്. ഹല്ലേലൂയ. എന്തായിരുന്നു ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ശാപമായി തീർന്നത്? അവിടെ നമ്മൾ വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു. അതിന്റെ 7:1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ ശാപാർപ്പിത വസ്തുക്കളിൽ ചിലത് ഹാഗാർ എടുത്ത് തന്റെ കൂടാരത്തിന്റെ നടുവിൽ കുഴിച്ചിട്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവനാ. ഹല്ലേലൂയ. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനാ. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന് അനുഗ്രഹത്തിന് ശാപമായി തീർന്നത് ഹാഗാർ എടുത്ത ശാപാർപ്പിത വസ്തുക്കളിൽ ചിലത് ആണോ എങ്കിൽ ഹല്ലേലൂയ ഇന്ന് രാത്രികാലം പുതിയ നിയമവിശ്വാസി എന്ന് അഭിമാനിക്കുന്ന സഹോദര സഹോദരി, മാതാവേ പിതാവേ, നിന്റെ ജീവിതത്തിലെ വിജയത്തിന്, അനുഗ്രഹത്തിന്, സമാധാനത്തിന്, ഹല്ലേലൂയ സന്തോഷത്തിന് തടസ്സമായി നിൽക്കുന്ന ഹല്ലേലൂയ ശാപം എന്താ എന്ന് വ്യക്തമായി മനസ്സിലാക്കി ദൈവത്തിലേക്ക് അടുത്തു വരുമ്പോ മാത്രമേ ഹല്ലേലൂയ നിനക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ സാധ്യമായി തീരുകയുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു, പ്രതികൂലത്തിൽ പതറിപ്പോകാതെ നിൽക്കുവാൻ പ്രാർത്ഥനയെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വായിക്കാം. യോശുവ 7:7 വാക്യം വായിച്ചാട്ട്. ഒരകത്യം ചെയ്യുക യഹൂദ ഗോത്രത്തിൽ യഹോവയുടെ കോപം ഇസ്രായേൽ മക്കളുടെ മേൽ വീണു. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഉണ്ടാകുവാനുള്ള ശാപത്തിന് കാരണം ശാപാർപ്പിത വസ്തുക്കളിൽ ചിലതെടുത്ത ഹാഗാർ തന്റെ കൂടാരത്തിന് നടുവിൽ പിടിച്ചിട്ടുവെങ്കിൽ ഹല്ലേലൂയ ഇന്ന് രാത്രികാലം ഓർപ്പിക്കട്ടെ, അവൻ കരുതി ആരും ഇത് അറിയുകയില്ല, ആരും ഇത് കാണുകയില്ല. ഹല്ലേലൂയ. എനിക്ക് അതിൽ സന്തോഷിക്കാമെന്ന ചിന്ത അവന്റെ ഉള്ളിൽ ഭരിച്ചുവെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയില ഈ 49ാമത് കൺവെൻഷനിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ, നീ എങ്ങനെയായിരിക്കുന്നു എന്ന് വ്യക്തമായി അറിയുന്ന ഒരുവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ഉടമ്പടിയോട് അവന്റെ പാദപീഠത്തിൽ നെടുമ്പാട് വീണ് നിലവിളിക്കുവാൻ നീ അത് തയ്യാറായിക്കേ. ശത്രുവിന്റെ മുൻപിൽ പതറിപ്പോകാതെ ഉറച്ചു നിൽക്കുവാൻ സാധ്യമായി തീരും. പറഞ്ഞു, പണം കടം കൊടുത്ത് കിട്ടിയില്ല, ദൈവം ഉറപ്പിച്ചു നിർത്തി. അതിന് കാരണം അവരുടെ തിരുമേനി തീരുമാനത്തോട്, ഉടമ്പടിയോട്, സമർപ്പണത്തോട് ദൈവമാക്കിയ നാളും മുതൽ ഇന്നുവരെയും നിൽക്കുവാനിടയായി തീർന്നു. ആരാധന രാത്രികാലം ഹല്ലേലൂയ കൺവെൻഷനിൽ ഈ ശബ്ദപരിധിക്കുള്ളിലായിരിക്കുന്ന വ്യക്തി ജീവിതമേ, നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകണമെങ്കിൽ, ഹല്ലേലൂയ നിന്റെ തലമുറയ്ക്ക് മാറ്റം ഉണ്ടാകണമെങ്കിൽ, നിന്റെ ഭവനത്തിന് മാറ്റം ഉണ്ടാകണമെങ്കിൽ തീരുമാനത്തോട് ദൈവത്തിലേക്ക് അടുത്തു വന്നെങ്കിൽ മാത്രമേ ദൈവത്തെ സ്തുതിക്കുവാൻ സാധ്യമായി തീരുകയുള്ളൂ. ഇവിടെ കാണുന്നു, ശാപം നിങ്ങളുടെ ഇടയിൽ നീക്കാതെ ഇരുന്നാൽ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കയില്ല. രാത്രികാലം ശാപമാകുന്ന തീരുമാനമില്ലായ്മ, ഉടമ്പടിയില്ലായ്മ, സമർപ്പണമില്ലായ്മ മാറ്റി സമർപ്പണത്തോട് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ നിന്നെ തയ്യാറായിക്കേ. അവൻ നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി സമാധാനം തരുന്നവനാ, ജയം തരുന്നവനാ. അതുകൊണ്ട് രാത്രികാലം ശാപമാകുന്ന
പ്രതികൂലത്തെ മാറ്റുന്ന കർത്താവിന്റെ പാദപീഠത്തിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നേറുവാൻ നമുക്കൊരുങ്ങാം. ഉണരാമെന്ന് ഓർപ്പിച്ച് എന്റെ വാക്കുകൾ വിരമിക്കുന്നു. എനിക്ക് അവസരം നൽകിയ അഭിയോഗ്യ തിരുമിയോടിനോടെയും ഉള്ള നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഭിനന്ദനത്തെ ബഹുമാനപ്പെട്ട ഗൗരവപ്രകാശൻ, ബഹുമാനപ്പെട്ട വൈദ്യരെ, സഭാശുശ്രൂഷകരായ ദേവദാസന്മാരെ, കൂടുതൽ നിന്നിരിക്കുന്ന സഭാവിശ്വാസികളെ, എൻ്റെ ശ്രദ്ധ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഈശ്വരൻ അർപ്പിക്കുകയാണ്. ഭദ്രാസനത്തിന്റെ കൺവെൻഷന്റെ സമാപന സമയത്തേക്ക് നാം വന്നിരിക്കുകയാണ്. കഴിഞ്ഞ രണ്ട് രാത്രികാലം പരിശുദ്ധനാ ദൈവം നമ്മെ സഹായിച്ചു. ദൈവത്തിന്റെ മാത്രമല്ലാത്ത വചനത്തിന് കീഴിലായിരിക്കാനും ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുവാനും ആത്മീയമായി നല്ല ഉയർച്ചയിലേക്ക് കടന്നു വരുവാൻ സർവസ്ഥനാ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് നമ്മുടെ അഭിനന്ദനത്തിന്റെ വചന ശുശ്രൂഷയും സാക്ഷ്യവും നമുക്ക് കേൾക്കുവാനിടയായി തീർന്നു. പരിക്കൊരു പ്രചരണമുണ്ട്, തിരുമേനി പ്രായമായി ഓർമ്മയൊന്നുമില്ല എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ഇന്നത്തെ സാക്ഷ്യം കേട്ടാൽ എവിടെയാണ് എനിക്ക് ഓർമ്മയില്ലാത്തത്? എത്രയോ വർഷങ്ങൾ മുമ്പുള്ള കാര്യമാണ് ഇന്ന് തിരുമേനി ഓർത്ത് പറഞ്ഞത്. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. അന്നുള്ളതായ സംഭവങ്ങൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തിരുമേനി നമ്മളോട് സംസാരിച്ചത് വളരെയധികം വരും തലമുറകൾക്ക് ഒരു അറിയുവാനുള്ള ഒരു കാഴ്ചപ്പാടും കൂടിയായിരുന്നു. പൊതുവിൽ പറഞ്ഞ് അങ്ങനെ ഇല്ലാതാക്കുക, ഓർമ്മയില്ല ഒന്നുമില്ല. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ മുതലെടുക്കുന്നുണ്ട്. ദൈവം അനുവദിക്കത്തില്ല, ഒരിക്കലും ദൈവം അനുവദിക്കത്തില്ല. നമ്മുടെ സഭയുടെ ജനത്തിന്റെ നായകനാണ് തിരുമേനി. ആ തിരുമേനി തളർന്നു പോകാൻ ഒരിക്കലും ദൈവം അനുവദിക്കത്തില്ല. അത് നമ്മൾ അനുവദിക്കത്തില്ല. നമ്മുടെ നിരന്തരമായ എല്ലാ വീട്ടുപാർക്കുകളിലും തിരുമേനിയെ കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കണമേ എന്ന് പ്രത്യേകം ഓർപ്പിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. വളരെ സമയം പോയി നിൽക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് അല്പ നിമിഷം കൂടെ ദൈവസ്ഥലെല്ലാം കാണിക്കാം. അതുകൂടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകുവാൻ എന്ന് ഓർപ്പിക്കാം. പ്രാരംഭമായിട്ട് ഞാനൊരു പ്രഖ്യാപനം നടത്താൻ പോകുന്നത് അടുത്ത വർഷത്തിൽ നമ്മുടെ കൺവെൻഷൻ 50-ാം വർഷത്തെ കൺവെൻഷനാണ്, ജൂബിലി കൺവെൻഷനാണ്. അത് വളരെയധികം പൂർവാധികം ഭംഗിയായിട്ട് നടത്തുവാൻ നമ്മൾ കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ വർഷത്തിന്റെ 1-2 മാസങ്ങൾ കഴിയുമ്പോൾ അതിനെക്കുറിച്ചുള്ളതായ തീരുമാനങ്ങൾ നേരത്തെ തന്നെ എടുത്ത് നിങ്ങളെ ഓരോരുത്തരും അറിയിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വർഷത്തെ പ്രോഗ്രാമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അത് തിരുവല്ലയിലും ആലപ്പുഴയിലും കോട്ടയത്തും വെച്ച് നമ്മുടെ ഭദ്രാസനത്തിന്റെ മീറ്റിങ്ങുകൾ നടക്കും. നമ്മൾ 50-ാം വർഷത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുകയാണ്. കൺവെൻഷന്റെ ദൈവമക്കളെ വളരെ സഹകരണവും പ്രാർത്ഥനയുക്തവും ഉണ്ടായിരുന്നു. ഇനിയും നിങ്ങൾ പ്രാർത്ഥന ഭദ്രാസനത്തെ വെച്ച് പ്രാർത്ഥിക്കണം അപേക്ഷിക്കുക. സമൂഹമൊക്കെ ഉയർന്നു പോകുന്നു, സഭകളൊക്കെ വളർന്നു പോകുന്നു. നാം തളർന്നു പോകാതെ തിരുമേനിയുടെ പിതാവിന്റെ ആ പാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഐക്യത്തോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ഒരുമയോടെ നമുക്ക് മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ്. നഷ്ടപ്പെട്ട നമ്മുടെ സ്ഥാനമാനങ്ങൾ
വാഹനങ്ങൾ നേടിയെടുക്കണം. നഷ്ടപ്പെട്ടു പോയ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജോലികൾ നേടിയെടുക്കണം. അവരുടെ വിദ്യാഭ്യാസങ്ങൾ നേടിയെടുക്കണം. നല്ല നല്ല വീടുകൾ നമുക്കുണ്ടാകണം. നല്ല നല്ല വാഹനങ്ങൾ നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതം ആരും ആക്രമിക്കുവാൻ അനുവദിക്കരുത്. നമ്മുടെ സമൂഹത്തെ ആരും തകർക്കുവാൻ അനുവദിക്കരുത്. വളരുവാൻ ഇഷ്ടംപോലെ അവസരങ്ങൾ നമുക്ക് തന്നിരിക്കുന്നു. നാം പുറകോട്ട് പോകരുത്. ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇത് രാത്രികാലം നാം കുറച്ച് തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകണം. അതുകൊണ്ട് നമ്മുടെ ഭദ്രാസനത്തിന്റെ അടുത്ത വർഷത്തെ കൺവെൻഷൻ നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്ന പോലെ തന്നെ നമ്മുടെ യൂണിറ്റ് കൺവെൻഷൻ ആയതുകൊണ്ട് ഈ സ്ഥലം നമുക്ക് പരിമിതമല്ല. മറ്റു തിരുവല്ല കോട്ടയം ഒരു നല്ലൊരു ഓഡിറ്റോറിയം കൊടുത്ത് ഞാൻ കർത്താവിനെ ആഗ്രഹിക്കുന്നത് ഒരു ആഴ്ചത്തെ കൺവെൻഷൻ നടത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥിക്കാം, നമുക്ക് നടക്കും. പ്രാർത്ഥിച്ചാൽ അതിന്റെ ഫലമുണ്ടാകും. ദൈവത്തിൽ ഇങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒതുങ്ങാത്ത രീതിയിലുള്ളതായ അനുഗ്രഹങ്ങളാൽ ദൈവം നമ്മെ നിർത്തും. ഒരു ശത്രുവിനെയും നമ്മെ പരാജയപ്പെടുത്തുവാൻ സമ്മതിക്കത്തില്ല. ഇതുവരെ നടത്തിയ ദൈവം ഇനിയും നടത്തുവാൻ കഴിവുള്ള ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. നാം നശിച്ചു പോകും, നഷ്ടപ്പെട്ടു പോകും. നാം വ്യാധിയായ പ്രതീക്ഷകൾ അനേകർക്കുണ്ടായിരുന്നു. അതിനാണ് ദൈവം നമ്മെ ഉയർത്തിക്കൊണ്ടുവന്നത്. ചില കാര്യമൊന്നു മാത്രമാണ്. നാം നഷ്ടപ്പെട്ടു പോകുവാനും നശിച്ചു പോകുവാനും ഒരിക്കലും അവരെ പിതാവ് ആഗ്രഹിച്ചില്ല. വളർന്നു വരുവാൻ തലമുറകളോ സമുദായങ്ങൾ വ്യക്തികൾ വളർന്നു വരുവാൻ മാത്രമാണ് സമർപ്പണത്തോടുകൂടെ നമ്മെ മുമ്പോട്ട് നയിച്ചത്. ഇനി നടത്തുവാൻ ദൈവത്തിന്റെ കരം തിന്മയോട് കൂടെ ഉണ്ട്. നമ്മൾ അധൈര്യപ്പെടേണ്ട. ശക്തിമാനായ ദൈവം ഹല്ലേലൂയ എത്രയോ ആയുസ്സുകൾ ഈ രാജ്യത്ത് ഈ ലോകത്ത് മനുഷ്യന് കൊടുത്തതാണ്. ഇനിയും കൊടുക്കുവാൻ ദൈവത്തെ കൊണ്ടുവരിക. അന്നുള്ള ദൈവം തന്നെയാണ് ഇന്നുള്ളത്. നമ്മൾ പരാജയപ്പെടേണ്ട. ദൈവം നമ്മെ ഉയർത്തുവാൻ കഴിവുള്ള ദൈവമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അല്പനിമിഷം ചിന്തിക്കായിട്ട് ഒരു വേഗവാക്യം നമുക്ക് വായിക്കാം. നഹൂം പ്രവചനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു. കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കാം. തലമുറക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനാദിയോനെ സ്തുതിക്കാം. വീണ്ടും നടത്തുവാൻ ശക്തനാകിയാൽ നമ്മോട് സ്തുതിക്കുന്നു. ദൈവം ഒരുക്കുകയാണ്. ആവശ്യമാണ് ആരോ തന്നു. ഒരു വർഷക്കാലം ഈ പകരണമെന്ന് പ്രാർത്ഥിക്കുന്ന താഴെ. കാരണം എല്ലാ ജനങ്ങളെ അനുകരിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ വിശുദ്ധായി തോട്ടത്തിനുള്ളിൽ ജീവയാവേ ഇന്ന് രാത്രികാലം ദൈവമായി കർത്താവ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അത്യുന്നതത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സംഹാരം നിനക്കെതിരെ കടന്നു വരുന്നു. ഇന്ന് ലോകത്തിലെ രാഷ്ട്രങ്ങളെല്ലാം സംഹാരം നടത്തുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ രാജ്യങ്ങളും അവരുടേതായ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ രാജ്യങ്ങളും പരസ്പരം ഓടി പോരാടുവാനും രാജ്യത്തെ മുഴുവനായി ഭൂമിയെ മുഴുവനായി നശിപ്പിക്കുവാൻ സംഹാരം നടത്തുവാനും വലിയ വലിയ ആയുധങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുകയാണ്. റഷ്യ പറയുന്നു, ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഞാൻ എന്റെ ഓഫീസിൽ നിന്നുകൊണ്ട് ഒരു സ്വിച്ച് അമർത്തിയാൽ ലോകം മുഴുവനായി ചാമ്പലായി പോകും. എന്റെ സംഹാരം അത്രമാത്രം ശക്തിയുള്ളതായ ആയുധങ്ങൾ എനിക്കുണ്ട്. നമുക്കറിയാം, നമ്മുടെ ദൈവമായ കർത്താവ് ഒരു സംഹാരം നടത്തി. ഇവിടെ നഗോപ്രവാചകൻ പ്രസ്താവിക്കുന്നതായ ഈ വാക്യം ദൈവത്തിന്റെ ദാസനായ യോന നിലവിൽ പ്രസംഗിക്കാൻ പോകുന്നതായ ഒരു പരമ സത്യമാണ്. പ്രധാനായ നഹൂം കൂടി നിലവിലെ ജനത്തെ ഉത്പാദിപ്പിക്കുന്ന പരമ സത്യമാണിത്. ദൈവം സ്നേഹം തന്നെ. ദൈവം ഭാവിയെ സ്നേഹിക്കുന്നു, പാപത്തെ വെറുക്കുന്നു എന്നുള്ളതായ ഒരു അവലോകനമായ ഒരു പ്രവചനം നിലവിലേക്ക് യോന പ്രസംഗിക്കുവാൻ പോയി. എന്തുകൊണ്ടോ ദൈവ ജനമാകുന്ന നിലവിലെ ജനങ്ങൾ ദൈവ
40-41 വാക്യം. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകുന്നാലെ പോലെ ചിറകടിച്ച് അവർ കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. കാത്തിരിക്കും വിശുദ്ധരെല്ലാം കഴുകനെ പോൽ ചിറകായി കാത്തിരിക്കും വിശുദ്ധരെല്ലാം കഴുകനെ പോൽ ചിറകായി. ഹല്ലേലൂയ
ഇന്നത്തെ നല്ലവണ്ണം ശക്തീകരിക്കാം. നിധി കൊടുക്കുക. ദൈവബലമായ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവമക്കളെ സന്തോഷത്തോടെ ഭവനങ്ങളിലേക്ക് കടന്നു പോകണം. നിന്റെ വിശ്വാസത്തിൽ ഭംഗം വരുത്തരുത്. നിന്റെ വഴികളിൽ സൂക്ഷിക്കണം. സംസാരം കടന്നു വരാതിരിക്കുവാൻ നീ കോട്ട കത്തിക്കൊള്ളണം. നിന്റെ പ്രാർത്ഥനയുടെ കോട്ടയല്ലാതെ മറ്റൊന്നുമല്ല. അത് തകർന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പഠിച്ചതുപോലെ കല്ലുകൾ പതുക്കി വെക്കണം. നിന്റെ ഭവനത്തെ രക്ഷയ്ക്കായി കോട്ട കെട്ടേണ്ട ആവശ്യമാണ്. ഇന്ന് രാത്രികാലം യുവാലയമായ വചനങ്ങൾ നമുക്ക് നൽകപ്പെടുന്ന എല്ലാ ദേവദാസന്മാർ നൽകപ്പെടുന്ന തിരുവചനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ നമുക്ക് നാം പ്രാർത്ഥിക്കാം. ഈ വചനങ്ങൾ ദൈവം നമ്മളെല്ലാവരും അനുകരിക്കുമാറാകട്ടെ. എനിക്ക് ഒരു ആദരവ് കൊടുക്കുകയാണ്. ദൈവമായ കർത്താവ് ആയുസ്സും ആരെയൊക്കെ ബലം കൊടുത്ത് നമ്മളെ ബലപ്പെടുത്തുവാൻ പോകണം. പിന്നെയും ദൈവം കൃപ തരട്ടെ എന്ന് ഈ സമയം ഓർപ്പിക്കുന്നു. ഇതിനോടൊപ്പം എല്ലാ കാലത്തിലും സഹകരിക്കുകയും ദൈവയ്ക്ക് താങ്കൾ തണലും കൊടുത്ത ദൈവങ്ങളുടെ എല്ലാ കാര്യത്തിലും കൂടുതൽ പ്രവർത്തിച്ച നമ്മുടെ മഹാനയുടെ ആദ്യത്തെ വനിതയായിരിക്കുന്ന ഡോക്ടർ രാജമ സ്റ്റീവൻ മാമയുടെ ഉണ്ട്. മാമിയുടെ സ്റ്റേജിലേക്ക് ഒന്ന് കയറുകയാണ് ഉദ്ദേശിക്കുകയാണ്. അതുപോലെ തന്നെ കൂടെ നിന്ന് എല്ലാവിധമാകുന്ന താങ്കളും തകരും ഇപ്പോഴത്തോളം നിലനിൽക്കുന്ന നമ്മുടെ ഡോക്ടറിനെ പൊന്നാടെ അണിയിച്ച് ഈ സമയം സ്വീകരിക്കുന്നതാണ്. ദൈവം ധാരണമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് നല്ല നേർവഴി കാണിക്കുവാൻ ദൈവം സഹായിക്കുന്നുണ്ട്. അവരുടെ ലിസ്റ്റ് പോളച്ചും വായിക്കുന്നതാണ്. 25 വർഷം, അതായത് രജത ജൂബിലിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതായ ചിലർ അത് ഓവർകം ചെയ്തവരുണ്ട്. അവരെ പ്രത്യേകിച്ച് ആദരിക്കുകയാണ്. ആദ്യമായി ഭദ്രാസനത്തിന്റെ കോറെപ്പിസ്കോപ്പ റവൻ തോമസ് നെടുമലയച്ചനെ ഇപ്പോൾ ബിഷപ്പ് ആദരിച്ചു. അടുത്തതായി നമ്മുടെ മുൻ കമ്മീഷണറി ആയിരുന്ന റവറൻ പോൾസൺ മത്തച്ചനെ ഇപ്പോൾ ബിഷപ്പ് ആദരിക്കുന്നത്. അടുത്തതായി സീനിയർ പ്രാരംഭകാല അൽമായ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ പരിവർത്തന കോർപ്പറേഷൻ മെമ്പറുമായി സേവനം ചെയ്ത PT ജോൺസൺ. നാരായണ ഭദ്രാസനത്തിന്റെ ഏറെക്കുറെ ഏകദേശ ഭൂരിപക്ഷ കാലഘട്ടവും മാസയോഗ സെക്രട്ടറി ആയിരുന്ന തമ്പാൻ കരിവൻ. അടുത്തതായി ഇവാഞ്ചലിസ്റ്റ് സാം ഉമ്മാച്ചി. അയ്യടിക്ക് ഇവാഞ്ചലിസ്റ്റ് PC പോൾ.
ഏറ്റവും സീനിയർ ആയിരിക്കുന്ന ജി ജോർജ് സാർ മുമ്പോട്ട് വന്ന് നിമിഷത്തിൽ കഴിയും. ബഹുമാനപ്പെട്ട ദ്രാസനത്തിൻ്റെ സീനിയർ അധ്യക്ഷൻ പ്രിയബച്ചമ്മ, ദ്രാസന അധികൻ, ഞാൻ 90-ൽ സഭയുടെ ചാർജ് എടുത്ത ഒരു വ്യക്തിയാണ്. ഈ കാലമൊക്കെയും ഈ ആംഗ്ലിക്കൻ സഭയിലെ ദൈവമക്കളോട് ഒന്നിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ ഞാനിതിനെ വിലപ്പെടുത്തി. അതുപോലെ തന്നെ എന്നെപ്പോലെ തന്നെ ദൈവിക ശുശ്രൂഷ നിർവഹിച്ച ദൈവദാസന്മാരാണ് 25 വർഷം പൂർത്തീകരിച്ച ദ്രാസന തിരുമേനി ഇങ്ങനെയൊരു മൗനീയമായ സംരംഭം ഒരുക്കി സമയം വളരെ നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കൺവെൻഷൻ്റെ സമാപനം ചോദിക്കാണ് എന്ന് പറയാനായിട്ട് ജനറൽ സെക്രട്ടറി സന്തോഷ് നമുക്ക് ശ്രമിക്കുന്നു. വിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അംഗീകരിച്ചവരുടെ മെത്രാപ്പൊലീസ് തിരുമനസ്, പ്രിയ ഡോക്ടർ കൊച്ചിന, ഇതിലായിരിക്കുന്ന ഭദ്രാസന അധികൻ, വൈദിക ശ്രേഷ്ഠന്മാരെ, കർത്താവിൻ്റെ വിലീരദാസന്മാരെ, വിവിധ സഭകളിൽ നിന്നും കടന്നു വന്ന കർത്താവിൻ്റെ എല്ലാ പ്രിയ വിശ്വാസികൾക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഈ യോഗത്തിന് കൃതജ്ഞത അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. കഴിഞ്ഞ 3 ദിവസങ്ങളായി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം നമ്മളെ വഴി നടത്തിക്കൊണ്ടിരുന്നു. നമ്മളുടെ ഭദ്രാസനത്തിൻ്റെ 49ാമത് കൺവെൻഷൻ, അതായത് 2025 കൺവെൻഷൻ്റെ പരിസമാപ്തിയിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ 3 ദിവസങ്ങളിലും തൻ്റെ ആത്മാവിൻ്റെ വചനങ്ങളോടുകൂടി, തൻ്റെ പരിശുദ്ധാത്മാവിനോടുകൂടി നമ്മെ അനുഗ്രഹിച്ച ദൈവത്തിന് നമുക്കൊന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാൻ എൻ്റെ കർത്തൃത്വത്തിലേക്ക് കടക്കുന്നു. നമ്മളുടെ 2025 49ാമത് കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ആംഗ്ലിക്കൻ സഭയുടെ വലിയ മെത്രാപ്പൊലീത്ത കഴിഞ്ഞ 3 ദിവസങ്ങളിലും തൻ്റെ നിറസാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്ത നമ്മളുടെ മെത്രാപ്പൊലീത്ത തിരുമനസിന് ഈ യോഗത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഭദ്രാസന കമ്മിറ്റിയുടെ പേരിലുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കൂടാതെ നമ്മുടെ ഭദ്രാസന അധിപൻ, നമുക്കറിയാം, പ്രിയ തിരുമേനി അമേരിക്കയിൽ സെറ്റിൽഡായിരുന്നു. കടന്നു വന്നു മുതൽ ഈ ഭദ്രാസനത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും നിറസാന്നിധ്യമായി നിൽക്കുകയും കഴിഞ്ഞ കൗൺസിലിൽ നമ്മളെടുത്ത തീരുമാനപ്രകാരം നിശ്ചിതമായിരിക്കുന്ന ഈ 3 ദിവസത്തെ കൺവെൻഷൻ അത് തീരുമാനിച്ചതെന്ന് മുതൽ
അതിനുവേണ്ടി പ്രവർത്തിക്കുകയും നമുക്ക് ആവശ്യമാകുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും കഴിഞ്ഞ 3 ദിവസങ്ങളായി തൻ്റെ ഭവനം പോലും വിട്ട് തിരുവല്ലയുടെ പ്രദേശത്തെ ടിവിയിൽ താമസിക്കുകയും കൊച്ചുമയുണ്ട്. നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും 24 hours നമ്മളോട് ചേർന്ന് പ്രവർത്തിച്ച അഭിമന്യ തിരുമനസിന് എൻ്റെ പേരിലും ഈ യോഗത്തിൻ്റെ പേരിലും മരാമൻ ഭദ്രാസന കമ്മിറ്റിയുടെ പേരിലുമുള്ള ഹാർദവുമായ നന്ദി സ്നേഹം. ഒന്നാമത്തെ ദിവസം നമ്മൾ വചന പ്രഘോഷണം നടത്തി വളരെ സരളമായ ഭാഷയിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ നമ്മെ അനുഗ്രഹിച്ച ഓസ്റ്റിൻ പോൾ തിരുമേനി, അദ്ദേഹത്തെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ കേന്ദ്ര ജനറൽ കൺവെൻഷൻ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള മുഖമാണെങ്കിലും നമ്മുടെ ഭദ്രാസനത്തിൻ്റെ കൺവെൻഷനിലേക്ക് കടന്നു വന്ന് വളരെ മനോഹരമായി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്നും സംസാരിച്ച വാത്സല്യ തിരുമനസിന് ഈ ഭദ്രാസനത്തിൻ്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നമ്മോട് തിരുവചനം സംസാരിക്കുകയും മധ്യസ്ഥ പ്രാർത്ഥനകളൊക്കെയും അതുപോലെ നമ്മെ അനുഗ്രഹിച്ച് നമ്മുടെ ശുശ്രൂഷകൾക്കെല്ലാം നേതൃത്വം നൽകിയ നമ്മളുടെ വൈദികരെ സമയത്തോടുള്ള നമ്മുടെ വൈദികർ കോർപ്പിസ്കൂപ്പ നെൽമലി അച്ഛൻ, കോൾസൺ മാത്യു അച്ഛൻ, ജോൺസൺ പള്ളിമ്പള്ളി അച്ഛൻ, തോമസ് ജോൺ അച്ഛൻ, ജോയ്സി അച്ഛൻ, ജോൺ മാത്യു അച്ഛൻ, പ്രിയ കർത്താവലാദരണീയമായ വൈദികർക്ക് ഈ യോഗത്തിൻ്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ടു. മധ്യസ്ഥ പ്രാർത്ഥനകൾ കൊണ്ടും 3 ദിവസങ്ങളായി പി ടി ജോർജ് സാറ്, പി സി തോളൂർ സാറ്, തമ്പാൻ കരുവാറ്റ സാറ്, അതുപോലെ തന്നെ ഈ നമ്മളുടെ കൺവെൻഷനോട് പൂർണ്ണമായി സഹകരിച്ച് പ്രവർത്തിച്ച വിവിധ സഭകളിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിൻ്റെ വലിയ ദാസന്മാർ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. പിന്നീട് 3 ദിവസങ്ങളിൽ കടന്നു വന്ന് ഈ കൺവെൻഷൻ ഉറപ്പുകിട്ടിയ ഗായക സംഘങ്ങൾ, ഒന്നാമത്തെ ദിവസം കുമരകം സഭ, രണ്ടാമത്തെ ദിവസം മംഗലാട് സഭ, മൂന്നാമത്തെ ദിവസം വൈഷ്ണവ സഭ. ഈ 3 സഭകളുടെയും ഗായക സംഘങ്ങൾക്ക് ഈ യോഗത്തിൻ്റെ പേരിലും ഭദ്രാസന കമ്മിറ്റിയുടെ പേരിലുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ശബ്ദവും വെളിച്ചവും നൽകി ഈ കൺവെൻഷൻ്റെ അന്തരീക്ഷം മഹനീയമാക്കിയ ആദം സമുദ്രൻ, അതിൻ്റെ പ്രൊപ്പറേറ്റർ സനീഷ് സാറിനും ഈ യോഗത്തിൻ്റെ പേരിലും ഭദ്രാസന കമ്മിറ്റിയുടെ പേരിലുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. രുചികരമായ ഭക്ഷണങ്ങൾ ഒരുക്കി നമുക്ക് നൽകിയ ഇവാഞ്ചലിസ്റ്റ് തോമസ് കുട്ടി പെരുന്തുരുത്തി, അദ്ദേഹത്തോടൊപ്പം ഭാരതവുമായി സഹകരിച്ച ഈജിസ് സഭയുടെ കൈക്കാരൻ കൊച്ചുമ്മൻ പുളിമൂട്ടിൽ വടക്കേതിൽ, പ്രകാശ് ചാക്കോ എന്നീ വ്യക്തികളെ ഈ യോഗത്തിൻ്റെ പേരിലും ഭദ്രാസന കമ്മിറ്റിയുടെ പേരിലുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കൂടാതെ കൗണ്ടറിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച സഹകരിച്ച ഇവാഞ്ചലിസ്റ്റ് ജോർജ് ഉർസ, കൗണ്ടറിൽ മാത്രമല്ല അവരുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നമ്മുടെ കൺവെൻഷൻ വലിയ അനുഗ്രഹമായി തീരുന്നു. ഇവാഞ്ചലിസ്റ്റ് ജോർജ് സാർ, ജെയിംസ് പീറ്റർ ഇലവനാൽ എന്നിവരെയും ഈ സമയത്ത് അവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഉൽപ്പന്ന പിരിവുകൾ തന്ന കുതന്താന സഭ, മണർകാട് സഭ, കല്ലുപ്പാറ സഭ, വൈശുംബാമൻ സഭ പിരിവുകൾ നൽകി കൺവെൻഷനോട് സഹകരിച്ച കുതന്താനം സഭ, മണർകാട് സഭ, കല്ലൂപ്പാറ സഭ, വൈശുംബാഗ സഭ, വ്യക്തികളായി ഉൽപ്പന്നങ്ങൾ നൽകിയ ഇവാഞ്ചലിസ്റ്റ് ജി ജോർജ് സാർ, ഇവാഞ്ചലിസ്റ്റ് തമ്പാൻ കരുവാറ്റ സാർ, ഇവാഞ്ചലിസ്റ്റ് ജോയി ലാസർ സാർ, അതുപോലെ തന്നെ ബിയു വൈശുംബാഗ്, സഭാവിഗതവും നൽകി സഹകരിച്ച എല്ലാ സഭാജനങ്ങൾക്കും, നല്ലവരായ എല്ലാ വിശ്വാസികൾക്കും എൻ്റെ നാമത്തിലും ഈ യോഗത്തിൻ്റെ പേരിലും ഭദ്രാസന കമ്മിറ്റിയുടെ പേരിലുമുള്ള അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ആരുടെയെങ്കിലും പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സ്വയം ക്ഷമിക്കുക. വലിയനായ ദൈവം നമ്മെ ഓരോരുത്തരെയും നമ്മളുടെ ഈ കൺവെൻഷൻ മറ്റ് കണ്ണുകളിലേക്ക് എത്തിക്കുന്ന യൂട്യൂബർ, നമ്മളുടെ ചാനൽ നയിച്ചുകൊണ്ടിരിക്കുന്ന രാജേഷ് പെണ്ണപ്പറ, അദ്ദേഹത്തിനും ഈ യോഗത്തിൻ്റെ പേരിലും ഭദ്രാസന കമ്മിറ്റിയുടെ പേരിലുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഭദ്രാസന തിരുമനസ് നമ്മളുടെ കൺവെൻഷന് വേണ്ടി ഉൽപ്പന്നങ്ങളിൽ നിന്ന് സഹായിച്ചിട്ടുണ്ട്. പ്രിയ തിരുമേനിക്കും ഈ തരുണത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തൻ്റെ സാന്നിധ്യം കൊണ്ട് നിറസാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിച്ച പ്രിയ ഡോക്ടർ കൊച്ചുമ്മയ്ക്കും ഭദ്രാസന ബിഷപ്പിൻ്റെ സഹധർമ്മിണി ഡേസി കൊച്ചുമ്മയ്ക്കും ഈ തരുണത്തിൽ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് നിലനിൽക്കുന്നു. വലിയനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാണ്. പ്രാർത്ഥിക്കാം.
സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഹല്ലേലൂയ